അങ്ങനെ നമ്മൾ ഇന്നലെ നേച്ചെന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ട് നല്ല അടിപൊളിയായിരുന്നു. നല്ല അടിപൊളിയായിട്ട് തന്നെ ഉറങ്ങാനൊക്കെ സാധിച്ച്. വലിയ തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ ഉച്ചയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഭക്ഷണമൊക്കെ ഇന്നലത്തെ പോലെ തന്നെ ഒരുമിച്ച് കഴിക്കാനായിട്ട് ഇപ്പോൾ ഭക്ഷണം റെഡി ആയിക്കൊണ്ടിരിക്കുന്ന ചോറൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ യു-പിയിലൊക്കെ ഇപ്പോൾ ഇതേപോലെയുള്ള സ്ഥലങ്ങളിൽ ഇത്രയും സൗകര്യത്തോടെയൊക്കെ കിട്ടണതൊക്കെ തന്നെ ഭയങ്കര ഭാഗ്യമുണ്ട്. അപ്പോൾ ഇവർ നിൽക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ 6 പേരല്ലേ ഉള്ളത്. ഇപ്പം 6 പേരുള്ളത് ഇവിടെ വലിയ പൈസ ഒന്നുമില്ല. വാടകയാണെങ്കിലും വെറും 3000 രൂപയൊക്കെ മാത്രമേ ഉള്ളൂ. അപ്പം അതേ നമ്മളിപ്പോൾ ഇതാണ് കിച്ചണിലാണെങ്കിൽ ചെറിയൊരു സ്പേസ് ഉള്ളതുകൊണ്ടിട്ടാണ് ഇപ്പോൾ ബ്രോ ഒറ്റയ്ക്കാണ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ ഹെൽപ്പ് ചെയ്യണമെന്ന് വെച്ചിട്ടും അവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ടിട്ടാണ്. അല്ലെങ്കിൽ നമ്മളെ ഹെൽപ്പൊക്കെ ചെയ്ത് കൊടുത്തിട്ട് നാട്ടിൽ നിന്ന് കൊണ്ടെന്ന് വെച്ചാൽ നാട്ടിൽ നിന്ന് നമ്മൾ ഇന്നലെ എത്തിപ്പെട്ട മച്ചാമാരുടെ അവിടെ നിന്ന് ഇപ്പോൾ അവർ നിൽക്കണ ഏരിയയിലൊക്കെ ഇപ്പോൾ ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോകണ കാഴ്ച ഉണ്ട്. നല്ല രസമുണ്ട്. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ എത്തിയേക്കണമെന്ന് പറഞ്ഞാൽ യു-പിയിലെ ദിയോബന്ദ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഇത് അങ്ങനെ ഇതാണ് ഇപ്പോൾ നമ്മൾ റൂമിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോഴുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ ഫുള്ള് കടകളൊക്കെ ആയിട്ടുള്ള ചെറിയ ചെറിയ വഴികളാണ്. നിറയെ തിരക്കുള്ളൊരു ഏരിയ ഉണ്ട്. അപ്പോൾ നല്ല രസമുണ്ട്. എല്ലാ കടകളും അടുപ്പിച്ച് കടകൾ, അതുപോലെ തന്നെ ഹോട്ടലുകൾ. हेलो आपका नाम? मोहम्मद सुहेल। मोहम्मद सुहेल इधर से? या देवबंद जिला सहारनपुर। सहारनपुर। താങ്ക് യു. നൈസ്. അങ്ങനെ നമ്മളിപ്പോൾ നടന്നെത്തിയേക്കണേന്ന് പറഞ്ഞാൽ ഡാർലും ദേവബന്ദ് എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പോൾ ഇന്ത്യയിൽ തന്നെ ഇതൊരു ഫേമസ് ആയിട്ടുള്ള ഒരു മുസ്ലിം പള്ളി തന്നെ ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഏകദേശം 8000 കുട്ടികൾ വരെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ പള്ളിയുടെ പുറകു വശത്തായിട്ടാണ് ഇവിടുത്തെ കോളേജ്, അതായത് മദ്രസയൊക്കെ വരുന്നത്. അപ്പോൾ നമുക്ക് അവിടേക്ക് പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. അവിടെ ഏകദേശം 8000-ഓളം കുട്ടികളാണ് പഠിക്കണമെന്നാണ് പറഞ്ഞത്. അതിനകത്ത് നമ്മുടെ നാട്ടിൽ നിന്ന് 80 മലയാളികൾ അടുത്തുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ പേര് ഇവിടെ വന്നിട്ട് പരിചയപ്പെട്ടായിരുന്നു. അപ്പോൾ വളരെ അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മളാണെങ്കിൽ ഇവിടെ എത്തിപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ വിളിച്ചതെന്ന് പറഞ്ഞാലും ഈ മച്ചാമാരെന്ന് പറഞ്ഞാൽ നമ്മൾ നേപ്പാളിൽ വന്നപ്പോഴേക്കും മെസ്സേജ് അയച്ചായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റിയില്ല. അപ്പോൾ നമ്മൾ തിരിച്ച് വന്ന വഴിക്ക് നമ്മൾ ഷാജഹാൻപൂറൊക്കെ എത്തിയപ്പോഴേക്കും നമ്മൾ അവിടെ നിന്ന് ഒരു സ്റ്റോറി ഇട്ടപ്പോഴേക്കാണ് ഇവർ നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വഴി വന്നെയാണെങ്കിൽ ഉറപ്പായിട്ട് ഇവിടെ വന്നാൽ ഞങ്ങളൊക്കെ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. അങ്ങനെ നമ്മൾ യാദൃശ്ചികമായിട്ട് എത്തിപ്പെട്ട സ്ഥലമാണെങ്കിൽ വളരെ അടിപൊളിയാണ്. നമ്മൾ വന്ന് കാഴ്ചകളൊക്കെ കാണാൻ നിർത്തി വളരെ നല്ലൊരു സന്തോഷം തന്നെയാണ്. അപ്പോൾ നമ്മൾ പള്ളിയുടെ ഉള്ളിലാണെങ്കിലും വളരെ ശാന്തതയോടുകൂടിയുള്ള നല്ലൊരു ആംബിയൻസ് തന്നെയാണ്. നമ്മളിപ്പോൾ ഒരു പഠിക്കണ കോളേജിലേക്ക് വന്നേക്കുന്നുണ്ട്. നല്ല രസമുണ്ട്. ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ കാണാനായിട്ടാണെങ്കിലും അതുപോലെ തന്നെ കോളേജ് ബിൽഡിംഗ് ആണെങ്കിലും കാണാനായിട്ട് നല്ല രസമുണ്ട് കേട്ടോ. നല്ല വലിപ്പത്തിലാണ്. അതുപോലെ തന്നെ ഇപ്പോൾ കോളേജിലെ ഏരിയകൾ കാണാനായിട്ടാണെങ്കിലും അതുപോലെ തന്നെ നമ്മളിപ്പോൾ കാണുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കയറിയ പള്ളിയുടെ പുറകു വശമാണ്. നമ്മൾ ഇവിടെ വന്ന സമയത്ത് കറക്റ്റായിട്ട് ക്ലാസ് വിട്ട സമയമുണ്ട്. അപ്പോൾ കുറേ പിള്ളേരാണ് ഇപ്പോൾ ഇവിടുന്ന് വന്നിട്ട് തന്നെ ഇരിക്കണത്. അപ്പോൾ നമ്മൾ
ഇനി ഇവിടെ നിന്ന് കാഴ്ചയൊക്കെ കണ്ടിട്ട് ഇതിൻ്റെ പുറകിൽ അടുത്തൊരു ബിൽഡിംഗ് ഉണ്ട്, നല്ല പഴയ ഒരു ബിൽഡിംഗ് ഉണ്ട് ഇത്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ വന്നേക്കണത് ആ ബിൽഡിങ്ങിലേക്കാണ്. അപ്പോൾ ഇവിടെ ഇതെന്ന് പറഞ്ഞാൽ ഹോസ്റ്റലെല്ലാം വരുന്നത് ഇവിടെയാണ്. കുറേ പിള്ളേരുകൾ ഈ ഹോസ്റ്റലിൽ താമസിക്കേണ്ട. അതുകൂടാതെ തന്നെ പുറത്ത് ഓരോ ചെറിയ ചെറിയ വീടുകളെല്ലാം വാടകയ്ക്ക് എടുത്തിട്ട് കുറേ കുട്ടികൾ ഇവിടെ പഠിക്കണുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്നൊക്കെ ഇറങ്ങിയിട്ട് ഇപ്പോൾ നമ്മുടെ റൂമിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു ചായക്കട. നമ്മൾ ഇന്നലെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടേക്ക് വന്ന് നല്ലോണം കമ്പനി ആയിപ്പോൾ ഇവിടെ എല്ലാവരോട്ടും പരിചയത്തിലായതുകൊണ്ട് നല്ല അടിപൊളിയുണ്ട്. അപ്പോൾ നമ്മൾ വന്നിട്ട് ഇപ്പോൾ ചായയൊക്കെ പറഞ്ഞിട്ടുണ്ട്. വൈദാണെങ്കിൽ ഫുള്ള് ഇങ്ങനെ നമ്മളോട് ഓരോ കാര്യങ്ങളൊക്കെ കേട്ട് ഇങ്ങനെ പറഞ്ഞിട്ടിരിക്കും. അപ്പോൾ ചായ ആണെങ്കിലും അടിപൊളി ചായ ഉണ്ട്. അങ്ങനെ നമ്മൾ വരുന്ന വഴി കണ്ട ഒരു ആർച്ചാണ്ട് റോഡിൻ്റെ അടുക്ക, നല്ല രസമുണ്ട്. അതുപോലെ തന്നെ നല്ല ഹൈറ്റിലുള്ള ഒരു ആർച്ചാണ് ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ദാറുൽ ചർച്ചിലേക്ക് എത്താറാകുമ്പോഴുള്ള റോഡിൻ്റെ ഒരു ഭാഗത്ത് കാണുന്ന ഒരു ആർച്ചാണ്ട്. നല്ല രസമുണ്ട് ഈ ആർച്ച് കാണാനായിട്ട്. അപ്പോൾ നമ്മളിനി ഇവിടെ നിന്ന് പോകുന്നതെന്ന് പറഞ്ഞാൽ അടുത്തൊരു ബിൽഡിംഗ് ഉണ്ട്. അപ്പോൾ ആ ബിൽഡിംഗ് ആണെങ്കിലും നല്ല രസമാണ് കാണാനെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ അവിടെ അങ്ങനെ നമ്മളിപ്പോൾ എത്തിയേക്കണമെന്ന് പറഞ്ഞാൽ അടിപൊളി ഒരു ബിൽഡിങ്ങിൽ തന്നെ ഉണ്ട്. അപ്പോൾ നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഇതും കുറച്ച് ഹോസ്റ്റലുകൾ അതുപോലെ തന്നെ മദ്രസേൻ്റെ കുറച്ച് ക്ലാസ്സുകളൊക്കെ ആയിട്ട് വരുന്ന ഏരിയകളൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ പുറകിലായിട്ട് വേറൊരു പള്ളിയും കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് ആ പള്ളിയിലും കൂടി പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇനി തിരിച്ച് റൂമിലേക്ക് പോവാം. അപ്പോൾ എന്താ പറയണ്ടതെന്ന് അറിയാമുള്ള വളരെ സന്തോഷമുണ്ട്. നമ്മൾ ഇതുപോലെയുള്ള ഓരോ കോണ്ടാക്റ്റുകളൊക്കെ ഇട്ടിട്ട് നമ്മൾ ഓരോ യാത്രയിൽ പുതിയ പുതിയ സ്ഥലങ്ങളിലേക്ക് എത്തി പുതിയ കാഴ്ചകൾ പുതിയ അറിവുകളൊക്കെ നേടാൻ. അങ്ങനെ നമ്മളിപ്പോൾ ഈ കാണുന്നതെന്ന് പറഞ്ഞാലുണ്ടല്ലോ ഇവിടുത്തെ കുട്ടികൾ ഓരോ ക്ലാസ്സുകളിൽ ബാച്ചായിട്ടുള്ള പിള്ളേരുകൾ എഴുതിയിട്ട് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ട്രെയിൻ ചെയ്തിട്ട് അവർ വെച്ചേക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലത്തെ കുറേ നമുക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നല്ല രസമുണ്ട്, നല്ല ഹാൻഡ് റൈറ്റിങ്ങിലാണ് എല്ലാം എഴുതിയൊക്കെ വെച്ചേക്കുന്നത്. അങ്ങനെ നമ്മൾ ഈ വഴിക്ക് കയറി വരാൻ നേരത്തെ എത്തിപ്പെടുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പള്ളിയിലേക്ക് കണ്ട നല്ല രസമുണ്ട്. അപ്പോൾ ഇവിടുന്ന് കാണാനായിട്ട്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഏകദേശം 8,000 കുട്ടികൾ പഠിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്ന സ്ഥലമാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അവർക്ക് 3 നേരം ഇവിടുന്ന് ഭക്ഷണമൊക്കെ ഉണ്ട്. ഹോസ്റ്റലിൽ നിൽക്കുന്ന ആൾക്കാർക്കും അതുപോലെ തന്നെ പുറത്ത് നിൽക്കുന്ന ആൾക്കാർക്കും എല്ലാവർക്കും ഇവിടുന്ന് ഭക്ഷണമൊക്കെ ഉണ്ട് കേട്ടോ 3 നേരം. അത് നല്ല ഭക്ഷണമൊക്കെയാണ്. അങ്ങനെ നമ്മൾ അടുത്ത ഇവിടെ തന്നെയുള്ള പള്ളിയിൽ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാനായിട്ടാണെങ്കിലും ഇവിടുത്തെ പള്ളിയാണെങ്കിലും നമ്മൾ തിരിച്ച് മച്ചാന്മാരുടെ റൂമിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ നിൽക്കുന്ന റൂമിൻ്റെ ഏറ്റവും മേളിലത്തെ ഭാഗത്ത് ഇപ്പോൾ നമ്മൾ കയറിയിട്ടുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. അപ്പോൾ ദൂരെ നമ്മൾ വന്ന ഹൈവേ ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കോട്ടെ ഇവിടുന്ന്. അതുപോലെ തന്നെ പൊക്കത്തെ കാഴ്ചകളാണെങ്കിൽ വൈകുന്നേരമുള്ള സമയത്ത് വളരെ ഭംഗി തന്നെ ആയിരിക്കും. അപ്പോൾ ഇന്നെന്ന് പറഞ്ഞാൽ മൂടൽ വന്നേക്കണോണ്ടിട്ട് നമുക്ക് സൂര്യനെ കാണാൻ വേണ്ടി സാധിക്കണില്ല. അതില്ലെങ്കിൽ സൂര്യൻ അസ്തമിക്കണൊക്കെ കാണാനായിട്ട് വളരെ ഭംഗിയായിരിക്കും ഇവിടെ ഇരുന്നിട്ട്.
അങ്ങനെ നമ്മളിപ്പോൾ ഇവിടെ ഒരു ദിവസം നിന്ന് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ രണ്ടാമത്തെ ദിവസം ഉണ്ട്. അപ്പോൾ മച്ചാമാർ പറഞ്ഞ് നമുക്ക് ഇന്ന് എന്തായാലും നമുക്ക് എല്ലാവർക്കും കൂടി ബിരിയാണി വെക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മളിപ്പോൾ രാവിലെ തന്നെ ബിരിയാണി വെക്കാനുള്ള പ്ലാനൊക്കെ ഉണ്ടായിട്ട് കുറേ സാധനങ്ങളൊക്കെ മേടിച്ചായിരുന്നു കേട്ടോ. എന്നിട്ട് വൈകുന്നേരം നമ്മൾ വന്ന വഴിക്ക് ഇപ്പോൾ ചിക്കനൊക്കെ മേടിച്ചിട്ട് വന്ന് അതുപോലെ തന്നെ ഇപ്പോൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് എടുത്തിട്ട് ഇനിയിപ്പോൾ അതായത് ഉപ്പിൽ നമ്മൾ മാഞ്ഞാലി ബിരിയാണി കണ്ടിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പോകണം. അപ്പോൾ മച്ചാൻ ഫുള്ള് മാഞ്ഞാലി ബിരിയാണി ഉണ്ടാക്കാനുള്ള വീഡിയോ ഒക്കെ ഇന്നലെ രാത്രി ഇരുന്ന് കണ്ട് എല്ലാം സെറ്റായിട്ടാണ് ഇന്ന് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി ഇപ്പോൾ തുടങ്ങിയേക്കണത്. അപ്പോൾ ആദ്യം തന്നെ ചിക്കനൊക്കെ നമ്മൾ വറുത്ത് മാറ്റിയൊക്കെ വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മസാലയൊക്കെ ഉണ്ടാക്കി ഇപ്പോൾ നമ്മൾ ദമ്മടിക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ ഒരു ലെയർ ഇട്ടിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ വെച്ച റൈസ് പൊക്കത്ത് അത് കഴിഞ്ഞ് വീണ്ടും ചിക്കൻ വെച്ച് വീണ്ടും റൈസ് വെച്ച് ദമ്മടിച്ചിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും നല്ലൊരു സെറ്റ് ബിരിയാണി ആയിരിക്കുള്ളൂ. അപ്പോൾ നമ്മൾക്ക് വളരെ സന്തോഷമുണ്ട് കേട്ടോ. ഇതുപോലുള്ള മച്ചാന്മാരൊക്കെ നമ്മളെ വിളിച്ച് നമ്മളെ ഒരുമിച്ചിരുന്നിട്ട് ഇപ്പോൾ കുക്കൊക്കെ ചെയ്തിട്ടാണ് ബിരിയാണിയാണ് അത്. അപ്പോൾ എന്താ പറയണ്ടതെന്ന് അറിയാൻ പാടില്ല, ഭയങ്കര സന്തോഷം തന്നെയുണ്ട്. കാരണം നമ്മളൊരു വഴിക്ക് പോകാൻ നേരത്ത് നമ്മളെ വിളിച്ചിട്ട് ഇപ്പോൾ നമ്മൾ 2 ദിവസം ഇവിടെ വന്ന് നിന്ന് ഇവരോടൊപ്പം തന്നെ കമ്പനിയൊക്കെ അടിച്ച് കുറേ മലയാളി മച്ചാന്മാരൊക്കെ ഉണ്ടായി. അപ്പോൾ അവരോട് എല്ലാവരോടും കമ്പനിയൊക്കെ അടിച്ചിട്ട് ഇത് ഇപ്പോൾ നമ്മൾ പോകാനായിട്ടുള്ള തലേ ദിവസം നമ്മൾ ഇന്ന് ക്യാമ്പൊക്കെ ചെയ്തിട്ട് ബിരിയാണി ഉണ്ടായിക്കൊണ്ടിരിക്കണതാണ്. അതും നല്ല കലക്കൻ സെറ്റപ്പിൽ തന്നെയാണ് ഇന്ന് ബിരിയാണി ഉണ്ടാക്കുന്നത്. ദമ്മൊക്കെ അടിച്ചിട്ടാണ്. അങ്ങനെ നമ്മളിപ്പോൾ കുക്ക് ചെയ്യണമെങ്കിൽ വളരെ അടിപൊളി സ്ഥലത്ത് തന്നെയാണ്. ഇത് ഇവരുടെ ടെറസാണ്, ഇതിൻ്റെ പൊക്കത്തേക്ക് ഓപ്പൺ സ്പേസ് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ മേളിലേക്ക് കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇവിടെ നിന്ന് കുക്ക് ചെയ്യാനൊക്കെ നല്ല രസമുണ്ട്. ഇപ്പോൾ രാത്രി നമ്മൾ ഉള്ള സമയത്ത് ക്യാമ്പ് ചെയ്ത് പതുക്കെ ചിക്കനൊക്കെ വറുത്ത് ഇവിടെ കഥയൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ വെച്ച് അതുപോലെ തന്നെ റൈസൊക്കെ വെച്ച് നല്ലൊരു അടിപൊളി നിമിഷങ്ങളൊക്കെ തന്നെ ഉണ്ട് നമ്മുടെ ഈ യാത്രയിൽ കടന്നു പോയിട്ട്. അല്ലല്ല ഇത് ഇവിടെ തന്നെ വെള്ളം ശരിക്കും പോയാലോ? വെള്ളം അതിൽ കുറച്ചും കൂടി വെള്ളം ആ വെള്ളമല്ല നേരത്തെ ചോറ് അതിലാക്കി ചെറുങ്ങനെ അടിക്ക് പിടിച്ചിന് അതിന്റെ അങ്ങനെ നമ്മൾ ഈ യാദൃശ്ചികമായിട്ട് എത്തിപ്പെട്ടാണ്ട് ഇവിടെ വളരെ അടിപൊളിയായിരുന്നു. ഇപ്പോൾ 2 ദിവസങ്ങൾ എന്നിട്ട് ഇപ്പോൾ നമ്മൾ പോകാനായിട്ടുള്ള തലേ ദിവസമാണ് നമ്മളിപ്പോൾ ക്യാമ്പ് ചെയ്ത് ബിരിയാണിയൊക്കെ ഉണ്ടാക്കി ഇന്നത്തെ രാത്രി എല്ലാവരും കൂടി ഒരുമിച്ചൊക്കെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇനിയിപ്പോൾ നമ്മൾ നാളെ രാവിലെ ഇവിടെ നിന്ന് യാത്ര തിരിക്കണമായിരിക്കുള്ളൂ. അപ്പോൾ എല്ലാ മച്ചാന്മാർക്കും നമ്മുടെ വളരെ വളരെ നന്ദിയുണ്ട്. കാരണം നമ്മുടെ യാത്രയിൽ നമ്മളൊട്ടും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇതേപോലെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ എത്തിയിട്ട് നമുക്ക് ഇതേപോലെ ക്യാമ്പ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ. നമ്മൾ എത്രയും പെട്ടെന്ന് ഹിമാചലിലേക്കൊക്കെ പോകാനായിട്ടുള്ള തിരക്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഇവർ വിളിച്ചത്. കുറേ ദിവസം നമ്മൾ വഴിയിലേക്ക് കിടന്ന് ഉറക്കമൊന്നും ശരിയായിട്ടുണ്ടായില്ല. ഇപ്പോൾ ഇവിടേക്ക് വന്ന് നല്ലോണം ഉറങ്ങിയൊക്കെ ചെയ്ത്. അപ്പോൾ എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്.